രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിത സുപ്രീം കോടതിയിൽ. അതിജീവിതയെ സമൂഹമാധ്യമത്തിലൂടെ അധിക്ഷേപിച്ച കേസിലെ പ്രതിയായ ദീപ ജോസഫിനെതിരെ അതിജീവിതയുടെ തടസ്സ ഹർജി. അഡ്വക്കേറ്റ് KR സുഭാഷ് ചന്ദ്രനാണ് തടസ്സ ഹർജി ഫയൽ ചെയ്തത്. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് കൂടി ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, ഈ അതിജീവിതയുടെ തടസ്സ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗികാതിക്രമ കേസിൽ അതിജീവിത ഇപ്പോൾ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ദീപ ജോസഫിനെതിരെയാണ് ഈ തടസ്സ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അഡ്വക്കേറ്റ് ദീപ ജോസഫ് അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പോസ്റ്റുകൾ ഇടുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. പിന്നീട് ദീപ ജോസഫ് രാജ്യം കടക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ കേസ് നിന്നും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ദീപ ജോസഫ് നേരത്തെ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത്. എന്നാൽ ഈ കേസിൽ തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ അതിജീവിത അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയിൽ ഒരു തടസ്സ ഹർജി ആയിക്കൊണ്ടാണ് അതിജീവിത ഇപ്പോൾ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇനിയും സുപ്രീം കോടതിയുടെ ഒരു നിർണായകമായിട്ടുള്ള ഇടപെടൽ ഈ കേസിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും ദീപ ജോസഫ് അടക്കമുള്ള മറ്റു പ്രമുഖരായിട്ടുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുകയും അതേസമയം അതിജീവിതയും അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. ഇത് വലിയ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഹർജിയിൽ ഇപ്പോൾ അതിജീവിത വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അതിജീവിത ഇപ്പോൾ ഒരു തടസ്സ ഹർജിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ അത് ഏറെ നിർണായകമായിരിക്കും. എന്തായിരിക്കും സുപ്രീം കോടതി നിരീക്ഷണം ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ നോക്കിക്കാണേണ്ടത്. ശരി, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.